യെസ് ഗൈസ്, നമ്മളൊരു കമ്പനിക്കാരുണ്ട്, ഓനെ നമ്മൾ പറ്റിക്കാൻ പോകണം. അവന് കുറച്ച് ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനാ ഡിമാൻഡ്സ് എന്താന്ന് വെച്ചാല് ഇവൻ ഫോൺ എടുക്കില്ല. ഡിമാൻഡ്സ് പറഞ്ഞ ഗൈസ്, നമ്മളൊരു കമ്പനിക്കാരുണ്ട്, ഓന്റെ പേര് അഫ്നാൻ. അപ്പോ ഓന് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഓനക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. ഓന്റെ ഡിമാൻഡ്സുകൾ എന്തൊക്കെയാ പറഞ്ഞു വെച്ചാല്, എത്ര രാജ എന്തൊക്കെ പറയ്. നമുക്ക് വെളുത്ത പെണ്ണിനെ വേണം, കറുത്ത പറ്റൂല, വിദ്യാഭ്യാസം വേണോ, ഡിമാൻഡ്സ്. നമ്മളെ അഫ്നാൻ എന്താ പാട് വെച്ചാൽ ആളൊരു മൊയിലിയാരാണ്. അപ്പോ നമ്മളെ അനസ് ബ്ലോഗ് നമ്മളെ അനസ് ബ്ലോഗ് 21 കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അറിയോ, നമ്മളൊരു കമ്പനിക്കാരുണ്ട്, അവന്റെ പേര് അഫ്നാൻ എന്നാണ്. അപ്പൊ അവനക്ക് കുറച്ച് ഡിമാൻഡ്സുകൾ ഉണ്ട് നമ്മളെ ഗ്രൂപ്പിൽ എഴുതിയിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് പോനെ പറ്റിക്കാൻ പോവാണ്, പറ്റിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ വെറുതെ ഞാൻ ഇങ്ങനെ തമാശ ആക്കിയിട്ട് ഒരു പെണ്ണിന്റെ ശബ്ദത്തിൽ സംസാരിച്ചിട്ട് ഫോൺ എടുക്കൂല. അതെ, ഫോൺ എടുക്കുമോ നോക്കാലോ. ഫോൺ എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇത് റെക്കോർഡ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് അതിന്റെ ഒരു കട്ടിങ് ആയിട്ട് കുത്ത് വേറെ പിന്നെ വിളിക്കുന്ന ഞാൻ ഏടാക്കൂട്ടോ. ഓക്കെ, ഫോൺ എടുക്കണ്ടോ കേട്ടോ? ക്യാമറമാൻ ആവശ്യമുണ്ടോ? ഞാൻ പിടിക്കാം. വേണ്ട അൻസേ, ക്യാമറമാൻ്റെ ഒന്നും ആവശ്യമില്ല അൻസേ. ഇന്ന അറിയില്ല, നോക്കി ഞാൻ ഒരു യൂട്യൂബറാണ്. മനസ്സിലായില്ലേ? പറഞ്ഞാല് ഞാൻ ഒരു ഡെയിലി ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിടും. മനസ്സിലായില്ലേ? ഇവിടെ വേറെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അപ്പൊ അങ്ങനെ വരുന്ന വഴിക്കൊന്ന് കേറിയെന്ന് മാത്രം. ക്യാമറ ഈ ചെങ്ങായി ഫോൺ എടുക്കില്ലല്ലോ. എന്താ എടുക്കാത്ത? അപ്പൊ നമ്മളിങ്ങനെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ആ ചെക്കൻ ഫോൺ എടുക്കുന്നില്ല. ആ ചെക്കൻ എന്താ ചെയ്യുന്നേ? മൊയിലാണ്, ദർസിലും മദ്രസിലും പഠിപ്പിക്കും. ആണോ? എടാ ഒഴിവാക്കണ, കണ്ണിന്റെ മൂട്ട് കൊണ്ടുവച്ചിട്ട് കണ്ണ് മുമ്പല്ലേ. ചെക്കൻ എടുക്കാത്ത സ്ഥിതിക്ക് നമ്മള് ഇത് അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇതിന്റെ പാർട്ട് 2 വീഡിയോസിന് വേണ്ടി നിങ്ങൾ കമന്റ് ചെയ്യാം അല്ലേ? മാക്സിമം ഒരു 2-3-4 കോൾ നമുക്ക് ചെയ്യാം. ആണല്ലേ? രണ്ടാമത്തെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്കെന്താ തോന്നണേ ഞാൻ പള്ളിയിൽ പോയിണ്ടോ? മൊയിലിയാരാ ആണല്ലേ? മിക്കവാറും പള്ളിയിൽ പോയിണ്ടോ? പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കേണ്ടി വരാം. ഓക്കെ, ഇഷാന്റെ ടൈം ആണല്ലോ അല്ലേ? ഇഷാന്റെ ടൈമാണ് 35 ഓക്കെ, ചിലപ്പോ പള്ളിയിലൊക്കെ ആയിരിക്കും, അപ്പൊ സൈലന്റ് ആയിരിക്കും ഫോൺ, അതാണ് എടുക്കാത്തതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ പാർട്ട് 2 വീഡിയോസിന് വേണ്ടി കമന്റ് ചെയ്യാം. അപ്പൊ ഒരു ഹായ് പറഞ്ഞോളൂ. ഗൈസ്, നമ്മള് ഇന്നലെ നമ്മളെ കമ്പനിക്കാരനെ പറ്റിക്കാൻ വേണ്ടിട്ട് ഓനെ കൊറേ വട്ടം ഫോൺ വിളിച്ച്. ബൻസിന്റെ ഫോൺ എന്നാണ് നമ്മള് വിളിക്കുന്നത്. അപ്പൊ കൊറേ ഓനെ വിളിച്ച്, ഓന് ജന്മ ഉണ്ടെങ്കിലും ഫോൺ എടുക്കില്ല. അപ്പൊ ഇതാ ഇപ്പൊ ഒന്നും പാടെ നമ്പർ കാണിച്ചു കൊടുക്കണ്ട. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഓനെ വിളിക്കാൻ പോവാണ്. ഓന്റെ റെസ്പോൺസ് എന്താണ് എന്നും നമുക്ക് അറിയൂല. ഏതായാലും അവനെ വിളിച്ചു നോക്കാം. ഓനെ കുറെ ദിവസമായി ഇപ്പൊ നമ്മൾ ട്രൈ ചെയ്യണ്ട്. ഇതിന്റെ മുമ്പ് നമ്മൾ ട്രൈ ചെയ്തു, ഫോൺ എടുക്കണേ അല്ലേ. അപ്പൊ നമുക്ക് ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. നമ്മള് പാലത്തിന്റെ മുകളിലുള്ളത്. അപ്പൊ ഇവിടെയാണ് നമ്മളൊരു വണ്ടിന്റെ സൗണ്ട് ഒക്കെ കേൾക്കൂലേ? വിഷയല്ലേ, ഈ ചങ്ങായി ഫോൺ എടുക്കില്ലടോ, ജന്മം ഉണ്ട്. എന്താ? ഹലോ 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 ഹലോ, അഫ്നാൻക്കാണോ? അതെ. ആ, പിന്നെ ഞാൻ നിങ്ങളൊരു ഇത് കണ്ടീനു, ഒരു ബയോഡാറ്റ കണ്ടീനു. ഒരു ബയോഡാറ്റ പോലത്തെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവന് ഗ്രൂപ്പിലിട്ടീനു മാരേജ് ചെയ്യാനുള്ളത് താല്പര്യമായിട്ടുള്ളത്. ഞാൻ എവിടുന്നാ വിളിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ വിളിക്കുന്നത് കാസർഗോഡ്, എൻ്റെ ഉമ്മാൻ്റെ നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ വീട് കോഴിക്കോട് വെള്ളയിലാണ്. അപ്പം നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ, ഈ മാരേജ് ചെയ്യാൻ താല്പര്യമുള്ളവരായിട്ടുള്ള കുറച്ച് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിങ്ങളെ പേരും ഐഡിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ. അപ്പം അങ്ങനെ വിളിച്ചതാണ്.
അതിലെന്തൊക്കെ എഴുതി അയച്ചണല്ലോ. എന്താണ് ഒരു വെളുപ്പ് നിറം കറുപ്പ് നിറം എന്നൊക്കെ എഴുതിയിട്ട് എന്താ സംഭവം? അത് ജസ്റ്റ് വെറുതെ എഴുതിയിട്ടതാണ്. അത് ചെങ്ങായിമാർക്ക് ഇട്ടിട്ടേ. അയ്യോ അത് ശരി. ഞാൻ വിചാരിച്ചു വേറെന്തെങ്കിലും. നമ്മൾ ഗേൾസിൽ അങ്ങനെയാണല്ലോ, താല്പര്യം ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ ഞങ്ങളൊക്കെ മാരേജ് ചെയ്യാൻ താല്പര്യമായിട്ട് ഏജായി നിൽക്കുന്ന കുട്ടികളാണ്. എനിക്ക് ആകെപ്പാട് 21 ആയിട്ടേയുള്ളൂ. ഞാൻ BA BCom ആണ് പഠിച്ചത്. ഹലോ ഹലോ, നിങ്ങളെന്താ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ? ഞാൻ മദ്രസിലാണ്. മദ്രസിലാണോ പഠിപ്പിക്കുന്നത്? എനിക്ക് മൊയിലാമാരെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെവിടെ സ്ഥലം? അല്ല, നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് ആയിഷ. ഓക്കെ. ഉപ്പാൻ്റെ പേര് മുനീർ. ഹലോ ഹലോ. ആ ഓക്കെ. എനിക്ക് മാരേജ് ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മൾ മീറ്റ് ചെയ്യാൻ പറ്റുമോ? വിളിക്കാം. അതല്ല, നമുക്ക് എവിടുന്ന മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സുഖമായിരുന്നു. ഞാനും എൻ്റെ ഫാമിലി ആയിട്ട് അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. നിങ്ങളിപ്പം കാസർഗോഡ് വെക്കല്? ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാണ് ഇപ്പം ഉള്ളത് കേട്ടോ. അല്ല, നിങ്ങളെ വീട്ടിൽ ഉണ്ടാവില്ല ഇവിടെ കോഴിക്കോട്? പിന്നെ വീടിൽ കുറച്ച് പണി നടക്കുന്നുണ്ട്. വീടിൻ്റെ കുറച്ച് പണി നടക്കുന്ന കാരണത്താൽ ഞങ്ങളിവിടെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീടുണ്ട് കാസർഗോഡ് ഉപ്പളയാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ കുറച്ചായിട്ട് നിൽക്കാറ്. പിന്നെ എനിക്ക് ക്ലാസ്സൊക്കെ ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ. നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാൻ, സിസ്റ്റർ, ബ്രദർ, ഫാദർ, മദർ. ആര്? സിസ്റ്റർ ഉണ്ട്, ബ്രദർ ഉണ്ട്. ആണോ? എത്ര ഏജ് എത്രയാണെന്ന് പറയോ? ആർക്ക് 17? സിസ്റ്ററിന്റെ ഏജ് എല്ലാവരും അറിയേണ്ടത്. എനിക്ക് നിന്റെ ഏജ് അല്ല അറിയേണ്ടത്. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടൊന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഗ്രൂപ്പിൽ കാണുമല്ലോ, മാരേജ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ ഓരോരുത്തരുത് ഗ്രൂപ്പിൽ വരുമല്ലോ. അങ്ങനെ വിളിച്ചേ ഉള്ളൂ, ജസ്റ്റ് സംസാരിക്കാമല്ലോ. 27ആ? ഓക്കെ, ഏജൊക്കെ ഓക്കെയാണ് കേട്ടോ. വേറെന്തൊക്കെയാ വിശേഷം? എന്നിട്ട് നമുക്ക് എന്താ മീറ്റ് ചെയ്യാൻ കഴിയുക? അല്ല, വീട്ടിലൊന്നും സംസാരിച്ചിട്ടില്ല എത്ര ദിവസമായിട്ട്. എങ്ങനെ? വീട്ടിൽ സംസാരിക്കാതെ ഡേറ്റ് പറയാൻ പറ്റില്ലല്ലോ. അല്ല, വീട്ടിലൊക്കെ സംസാരിക്കും. എന്നിട്ടല്ലേ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഈ ഗ്രൂപ്പിലൊക്കെ ഇട്ടത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ വീട്ടിലൊക്കെ സംസാരിച്ച് ഓക്കെ ആണെന്നല്ലേ വിചാരിച്ചത്. എന്ത് ആ മാരേജിൻ്റെ വിഷയമല്ലേ? ഒന്ന് സംസാരിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. എന്നാൽ പിന്നെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാമല്ലോ വീട്ടിലേക്ക്. നമുക്ക് എങ്ങനെയാ വെച്ചാൽ മീറ്റ് ചെയ്യാം. എവിടെ വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ മാരേജ് ചെയ്യാൻ താല്പര്യമായിട്ട് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് 21 ആയി. അപ്പം വീട്ടിൽ എനിക്ക് അനിയത്തിയൊക്കെ ഉണ്ട്. ഹലോ. അപ്പം അനിയത്തിൻ്റെ മാരേജൊക്കെ ആവാനായി. അനിയത്തിക്ക് ഇപ്പോൾ 20 ആയി. അപ്പം അനിയത്തിൻ്റെ മാരേജൊക്കെ ആവാനായതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഞാൻ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ സംസാരിച്ചിട്ടേ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചതാ കേട്ടോ. വേറെ എന്തൊക്കെയാ? എന്നിട്ട് എവിടെ പഠിപ്പിക്കുന്നത്? എവിടെയെന്നാ പറഞ്ഞത്? മാവൂര് കൊടിയത്തൂരില്ലേ? ഓ, എനിക്കറിയാം മാവൂരൊക്കെ. എനിക്കറിയാം, എൻ്റെ കസിനൊക്കെ ഉണ്ട് കേട്ടോ മാവൂര്. ചെറുവാടിയില്. മാവൂര് ചെറുവാടിയില്ലേ? ചെറുവാടി അങ്ങോട്ട് എന്താണ് പറയാ? കന്നിപറമ്പ് എന്തോ എന്താണ് ഇങ്ങോട്ട് പറയാ? കന്യാറമ്പ് റോഡിന് അങ്ങോട്ട് പോയിട്ടാണ്. ഞാനവിടെ വന്നിട്ടുണ്ട്, 1-2 തവണയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, വീട്ടിലെ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ സംസാരിച്ചിട്ടൊന്ന് വിളിച്ചാൽ മതി.
എന്നാൽ പിന്നെ എനിക്ക് വീട്ടിലൊന്ന് അവതരിപ്പിക്കാമല്ലോ. എന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. മീറ്റ് ചെയ്തിട്ട് അങ്ങനെ കണ്ടിട്ട് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ മാരേജ് ചെയ്യാം. ആ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാരേജ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ എന്താണ്, ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അല്ല നീ വിളിക്കുന്നില്ല, നിങ്ങൾ വീട്ടിലൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾ കൂടി വിളിച്ചാൽ മതി. എന്നാ ഓക്കെ, ബൈ ബൈ. ഏതെൻ്റെ ഉപ്പാൻ്റെ നമ്പറാണ്. ഇതിലേക്ക് അങ്ങനെ വിളിക്കണ്ട കേട്ടോ. ഹലോ, ഉപ്പാൻ്റെ നമ്പറിലേക്ക് അങ്ങനെ വിളിക്കണ്ട. ഉപ്പ സീനാണ്, ഉപ്പാനോട് സംസാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഫ്രണ്ടിനൊന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് എന്താക്കിയത്, ഫോണൊക്കെ എടുത്തത്. കോണ്ടാക്ട് ചെയ്യാം, ഞാൻ നമ്പർ തരാം. നമ്പർ ഒന്ന് അടിച്ചു വെക്കോ, ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഈ നമ്പറിലാ? ഈ നമ്പറിൽ വാട്സപ്പ്, ഈ നമ്പറിൽ ഞാൻ വാട്സപ്പ് ചെയ്യട്ടെ നമ്പർ, എൻ്റെ നമ്പർ. എനിക്കെന്താ ഒരു പേടിയാണ്, എൻ്റെ നമ്പർ എങ്ങനെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ അത് നമുക്കൊരു വിഷയമല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. എന്നാ ഓക്കെ, ഞാൻ വിളിക്കുന്നുണ്ട് എന്തായാലും. നമ്പർ എന്തായാലും ഞാൻ വാട്സപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ.